ഒരു നല്ല മൺസൂൺ കാലത്തെ ഗോവൻ ട്രിപ്പിൻ്റെ കഥയായാലോ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ അല്പം തലതിരിഞ്ഞ് യാത്രയായിട്ട് തോന്നാം. കാരണം മൺസൂൺ കാലത്ത് ഗോവയിൽ പോകുന്നവർ തീരെ കുറവാണ്. ഇത് ആക്ച്വലി ദൂദ്സാഗർ വാട്ടർഫാളിലേക്കുള്ള ഒരു ട്രെക്കിംഗ് ആയിരുന്നു. ഹെവി റെയിൻ ആയതുകൊണ്ട് അത് ക്യാൻസലായപ്പോൾ ഞങ്ങൾ ട്രിപ്പ് ചെറുതായി ഒന്ന് മാറ്റി പിടിച്ചതാണ്. ഈ കാണുന്ന പോലെ നല്ല മഴയത്താണ് ഞങ്ങൾ മഡ്ഗോണിൽ ചെന്നെത്തുന്നത്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തൊട്ടടുത്ത് ചെറിയൊരു സ്റ്റേ സംഘടിപ്പിച്ചു. രാവിലെ ആയപ്പോൾ 2 കാറും റെൻറ്റിനെടുത്ത് ഞങ്ങൾ സ്ഥലം കാണാനിറങ്ങി. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അടൽ സേതു ബ്രിഡ്ജ്. ഇത് പനാജിക്കും ഫോർട്ട് വാറിനും ഇടയിലുള്ള ഒരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ്. മഴ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്ലാനുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്ത സ്ഥലമാണ് നേത്രാവലി ബബിൾ ലേക്ക്. ശരിക്കും നേത്രാവലി വൈൽഡ് ലൈഫ് സാങ്ച്വറിയും പമൻമുട്ട ഫാൾസും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നത്. ഇതെല്ലാം മഴയായതുകൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് ഈ മാജിക്കൽ ലേക്ക് ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചു. നമ്മളിങ്ങനെ ക്ലാപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിൽ ബബിൾസ് ഉണ്ടാകുക. അവിടുത്തെ പീസ്ഫുൾ അന്തരീക്ഷം എൻജോയ് ചെയ്ത് മീനുകളെയൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ശരിയും ട്രെക്കിംഗ് മിസ്സായതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഗോവയിലെ ഒരു പോപ്പുലർ മൺസൂൺ ഡെസ്റ്റിനേഷനാണ് ഈ ദൂദ്സാഗർ വാട്ടർഫാളിലേക്കുള്ള ട്രെക്കിംഗ്. ഏകദേശം ഒരു 1000 അടി മുകളിൽ നിന്ന് ഈ റിവർ ഇങ്ങനെ താഴേക്ക് വീഴുന്നത് റെയിൽവേ ട്രാക്കിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണെന്ന് കേട്ടിട്ടുണ്ട്. കാട്ടിലൂടെയും റെയിൽവേ ട്രാക്കിലൂടെയുള്ള ഒരു 11 കിലോമീറ്റർ ട്രെക്കിംഗ് ആയിരുന്നു അത്. ഇത് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇറങ്ങി നിന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പേരൊന്നും അറിയില്ല, പക്ഷെ നല്ല രസമായിരുന്നു അവിടെ കാണാൻ. ആദ്യത്തെ ട്രെക്കിംഗ് മിസ്സായ സ്ഥിതിക്ക് ഞങ്ങൾ 2 കിലോമീറ്ററുള്ള വേറൊരു ഹൈക്കിംഗ് കണ്ടുപിടിച്ചു. സാധാരണ ഗോവയിലെ ബീച്ചുകളൊക്കെ നല്ല ക്രൗഡഡ് ആയിരിക്കും, പക്ഷേ ബട്ടർഫ്ലൈ ബീച്ച് പൊതുവേ അങ്ങനെയല്ല. ഈ ചെറിയ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയുള്ള ട്രെക്കിംഗ് കഴിഞ്ഞ് വേണം അവിടെ എത്താമെന്നുള്ളത് കൊണ്ട് ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർ അധികം ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഹണിമൂൺ ബീച്ചെന്നും ഇതറിയപ്പെടാറുണ്ട്. ബീച്ചിലെത്തിയ ഇങ്ങനെ തിരകൾ എണ്ണി വിദൂരതയിലേക്ക് നോക്കി എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഈ യാത്രയുടെയൊക്കെ വിശപ്പ് മാറ്റാൻ നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. ഞങ്ങൾ അതിന് ആദ്യം പോയത് ഫിഷർമാൻ വാർഫ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഈ ഗോവൻ ഫുഡ് മിക്കതും ഇന്ത്യൻ പോർച്ചുഗീസ് കൾച്ചറിൻ്റെ ഒരു യുണീക്ക് ബ്ലെൻഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഫിഷ് പ്ലസ് ചീസ് ഫില്ല് ചെയ്തതാണ് മിക്ക ഐറ്റംസും. ഇത് ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് പോയ റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ നല്ല ആംബിയൻസ് എൻജോയ് ചെയ്തിട്ട് നേരെ അരമ്പോൽ ബീച്ചിലേക്ക് പോയി. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ ഒരു സ്വീറ്റ് വാട്ടർ ലേക്കുണ്ട്. കടലും കായലുമായിട്ട് കൂടിച്ചേരുന്നത് നമുക്ക് അവിടെ കാണാം. ഞാനിങ്ങനെ ധൈര്യം സംഭരിച്ച് നിൽക്കുമെങ്കിലും അവസാനം ഇതേപോലെ പേടിച്ച് രക്ഷിച്ചുകൊണ്ട് പോകാൻ വിളിക്കാറാണ് പതിവ്. എൻ്റെ ഗോവൻ ഹെയർ ബ്രൈഡിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഇത് ഗോവയിൽ വരുന്ന മിക്ക ആൾക്കാരും ചെയ്ത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാനും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷേ ചുരുണ്ട മുടി ആയതുകൊണ്ട് ഇതിനി ഊരിയെടുക്കാൻ പറ്റുമോ കട്ട് ചെയ്ത് കളയണമെന്നും എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. ഇതാണ് നേരത്തെ പറഞ്ഞ സ്വീറ്റ് വാട്ടർ ലേക്ക്. തീരെ കുറവായതുകൊണ്ട് ഇത് ക്രോസ് ചെയ്ത് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്താൻ പറ്റി. അറമ്പോൾ ബീച്ചിലേക്ക് നടന്നെത്തുന്ന ഈ വഴി മുഴുവൻ ഇതേപോലെയുള്ള ഷോപ്സാണ്. ഹാൻഡ് മെയ്ഡ് ഡ്രീം ക്യാച്ചർ, കീ ചെയിൻ, ഡ്രസ്സസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ മിക്ക ഫുഡും ഫിഷ് പ്ലസ് ചീസിൻ്റെ ഒരു ഫില്ലിങ്സ് ആണ്. ഫുഡിങ് കഴിഞ്ഞ് ആ നൈറ്റ് ബാഗ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇവിടെ ഫുള്ള് നൈറ്റ് ക്ലബ്സും ബാറും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഫുൾ നൈറ്റ് ഓവർ ക്രൗഡഡ് ആയിട്ട് ഒരു പാർട്ടി വൈബാണ്. സാധാരണ എല്ലാവരും ഗോവയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും ഈ കാസിനോയും പാർട്ടിയും ബാർസും എല്ലാം എൻജോയ് ചെയ്ത് ഒരു പ്രത്യേക വൈബാണല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് തലതിരിഞ്ഞ യാത്രയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ ഡീസൻ്റ് ആയതുകൊണ്ട് ആൽക്കഹോൾ കണ്ടൻ്റൊന്നും ഇതിൽ കാണിക്കുന്നില്ല. യെസ്, ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. കരിക്കും വെള്ളം ഇസ് ഗുഡ്. നമ്മൾ ഈ അടുത്ത് പോകുന്നതാണ് ചപ്പോറ ഫോർട്ട്. ആദിൽ ഷാഹി വംശത്തിലെ ആദിൽ ഷയാണ് ഇത് നിർമ്മിച്ചത്. ആദ്യം ഷപ്പൂര എന്നറിയപ്പെട്ടെങ്കിലും പിന്നീട് ചപ്പോറ എന്നായി മാറി. പല മൂവി സീൻസിലും നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും. ആനന്ദം മൂവിയിൽ പറയുന്ന കേട്ടില്ലേ, അമീർ ഖാൻ ചാരിയിരുന്ന സാധനമൊക്കെ പൊളിഞ്ഞു പോയടാന്ന്. അത് ദിൽ ചാഹ്തേ ഹേ മൂവിയിലെ ഒരു സീനെ പറ്റിയാണ് പറയുന്നത്. ഇവിടുന്ന് നേരെ ഞങ്ങൾ പാക്കപ്പാണ് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതിനു മുന്നേ ബസിലിക്ക ബോം ചർച്ച് ഒന്ന് വിസിറ്റ് ചെയ്യണം. ബസിലിക്ക ഓഫ് ബോം ജീസസ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ്. ഞങ്ങൾ ടോട്ടൽ 12 പേരാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 കാറ് റെൻറ്റിനെടുത്തു. മൺസൂൺ ആയതുകൊണ്ട് പല സ്ഥലങ്ങളും ക്ലോസ്ഡ് ആയിരുന്നല്ലോ. അപ്പോൾ ഉള്ള സഡൻ പ്ലാനിനും കംഫർട്ടബിളായുള്ള യാത്രയ്ക്കും ഇങ്ങനെ കാറ് റെൻറ്റിനെടുക്കുന്നതാണ് സൂട്ടബിൾ എന്ന് തോന്നി.
ബസേലിക്ക ഓഫ് ബോം ജീസസ് എന്ന് വെച്ചാൽ ഉണ്ണീശോ ആണ് കേട്ടോ. സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയമാണിത്. ഇതിനുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലോ ചെയ്യാത്തതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ അടുത്തും കുറച്ച് ഷോപ്പിങ്ങുകളൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. അപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ന്യൂ സുവാരി ബ്രിഡ്ജ്. ഗോവയിലെ ഏറ്റവും വലിയ റിവറാണ് സുവാരി. ഇതിന് മുകളിലൂടെ സൗത്ത് ഗോവയും നോർത്ത് ഗോവയും ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ബ്രിഡ്ജാണിത്. 3 ദിവസത്തെ ട്രിപ്പും കഴിഞ്ഞ് കുറേ നല്ല കാഴ്ചകളും ഓർമ്മകളുമായി ഞങ്ങളങ്ങനെ തിരിച്ച് വണ്ടി കയറുകയാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.